രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, സൗഖ്യം ഒരാവശ്യമാണ്. ജെറമ്യ 15:14, ദൈവമേ എന്നെ നീ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശയെന്ന് ബൈബിള് പറയുകയാണ്. എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടാനുള്ളവയല്ല, എന്നാൽ എല്ലാ രോഗങ്ങളും ആശ്വസിപ്പിക്കപ്പെടുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മളുടെ നടുവിൽ വളരെയധികം പേര് ചില രോഗത്തിലും ചില നിരാശയിലും ചില മുറിവുകളിലും കടന്നു പോകുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ മേഖലകളെ ബാധിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു സംഭവം പോലെ അവർ അകന്നു പോകുവാൻ കാരണമാകാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് ഹീലിംഗ് ടച്ച് കടന്നു പോകുക ഈ സൗഖ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കളെ തിരികെ എടുക്കാനുള്ള ആശ്വാസവുമായാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം, ഈ സമയം ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് സകല രോഗങ്ങളിലും സകല പ്രയാസങ്ങളിലും സകല മുറിവുകളിലും കടന്നു പോകുന്നവർക്ക് ഒരു സൊല്യൂഷനായ, പരിഹാരമായ ക്രൂശിതനായ യേശുക്രിസ്തുവിനെ ഈ സമയം നമ്മൾക്ക് നൽകുകയാണ്. കർത്താവിനെ നമുക്ക് വിട്ടുകൊടുക്കാം, ഒന്ന് കാത്തിരിക്കാം. ഹീലിംഗ് ടച്ച്, ദൈവത്തിൻ്റെ കരസ്പർശം. അഗാധതയിൽ നിന്നും കോരിയെടുത്തുയർത്തുന്ന രക്ഷകന്റെ കരസ്പർശം. നിന്റെ നൊമ്പരങ്ങളുടെ വേനലുകൾക്കുമപ്പുറം, കണ്ണീരിൻ്റെ നനവുകൾക്കുമപ്പുറം ദൈവം ഒരുക്കുന്ന സാന്ത്വന സ്പർശം. ഇത് ക്രൂശിതന്റെ സ്പർശനം. മുറിവേറ്റ് പിടയുന്ന കുഞ്ഞാടിനെ തോളിലേറ്റുന്ന കരവുമായി ഇതാ ഈ രക്ഷകൻ നമ്മെ തേടി വരുന്നു. നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഉത്തരം ഒന്നുമാത്രം: ക്രിസ്തു. കുരിശിൽ മരിച്ചുയർത്ത ക്രിസ്തു. അവൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ സൗഖ്യം, വിടുതൽ, രക്ഷ. സ്വർഗം തുറന്ന് ദൈവപുത്രനിതാ അനേകരെ തൊടുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരാകുന്നു. ഹീലിംഗ് ടച്ച്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവവചനത്തിനായി നമുക്കൊരുങ്ങാം. സൗഖ്യത്തിൻ്റെ കരതാര്, സൗഖ്യത്തിൻ്റെ സ്പർശം നമ്മളെ കാത്തിരിക്കുകയാണ്. ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. വളരെ ശക്തമായി ലോകത്തിൻ്റെ അതിർത്തികളോളം പ്രവഹിക്കുന്ന ഒരു ശക്തിയായി ഈ വചനം മാറി. എങ്ങനെയാണ് ഈ വചനം കടന്നു വന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ദൈവം ചെങ്കടൽ പകുക്കുകയാണ്. വീണ്ടും 15-ാം അധ്യായത്തിൽ മോശ കീർത്തനം പാടുകയാണ്. കീർത്തനം പാടിയ മോശ അത് തീരുന്ന സമയത്ത് അവർ ഒരു മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങി. ഷൂർ മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് അവർ മാറ എന്ന സ്ഥലത്തെത്തുകയാണ്.
ഈ സമയം ജനം ദാഹിച്ചു വലഞ്ഞു. മാറായിലെ വെള്ളം കയ്പുള്ളതായതിനാൽ അവർക്ക് കുടിക്കാൻ സാധിച്ചില്ല. ജനങ്ങൾ പിറുപിറുത്തു തുടങ്ങി. ഈ സമയം മോശ ദൈവത്തിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ദൈവത്തോടുള്ള യാചനയിൽ ദൈവം മോശയോട് ആവശ്യപ്പെട്ടു, ഒരു തടിക്കഷ്ണം എടുത്ത് ഈ കൈപ്പേറിയ ജലത്തിലേക്ക് ഇടുക. അങ്ങനെ മോശ ഈ മാറായിലെ ജലത്തിലേക്ക് ഒരു കൈപ്പേറിയ തടിയെടുത്തിടുകയാണ്. ഈ തടിക്കഷ്ണത്താൽ ഈ മാറായിലെ ജലം കൈപ്പേറിയത് മധുരമായി മാറി. ജനം ഈ ജലം കുടിക്കുകയും സംതൃപ്തരാവുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെ വളരെ നിർണായകമായ ഒരു വാക്ക് കടന്നു വരികയാണ്. ഈ സംഭവത്തിന് ശേഷം വചനം ഇങ്ങനെ പറയുന്നു, 15-ാം അധ്യായം 26-ാം വാക്യം. ലോകം മുഴുവൻ ആഞ്ഞടിച്ച് ഈ വചനം, ഞാൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വാക്ക് കടന്നു വരിക ചില വാക്യങ്ങളിലൂടെയാണ്. അതിൽ അവസാനിക്കുമ്പോൾ ആ വാക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അവരെ പരീക്ഷിച്ചു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിച്ച് എൻ്റെ വചനങ്ങൾ അനുസരിച്ചാൽ ഈജിപ്തുകാരുടെ മേൽ അയച്ചൊരു മഹാമാരിയും ഞാൻ നിങ്ങളുടെ മേൽ അയക്കുകയില്ല. കാരണം ഞാൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, സൗഖ്യം ദൈവം അരുളി ചെയ്യുമ്പോൾ ദൈവം അതിന് തൊട്ടു മുമ്പായി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന 3 കണ്ടീഷനുകളുണ്ട്. ശരിയായത് കേട്ട് അവൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിച്ച് അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ഈജിപ്തുകാരുടെ മേൽ വന്ന ഒരു മഹാമാരിയും നിന്നെ ബാധിക്കുകയില്ല. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, ഒരു സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന് ചില കണ്ടീഷനുകളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു പറയുന്ന വചനങ്ങളും അവൻ്റെ വാക്യങ്ങളും അവൻ്റെ വലിയ അനുഗ്രഹങ്ങളും നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ അവൻ പറയുന്നത് പോലെ ജീവിക്കുവാൻ നമ്മൾ കരുത്തെടുക്കേണ്ടി വരും. അതായത് അവൻ്റെ വചനങ്ങൾ കേൾക്കണം. അവൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അതനുസരിച്ച് അവൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. അതിനുശേഷം ആ വചനങ്ങളാൽ തൻ്റെ ജീവിതം ക്രമപ്പെടുത്തണം. ഒരു ക്രമപ്പെടുത്തലിൻ്റെ സുവിശേഷവുമായിട്ടാണ് ഇവിടെ കടന്നു വരിക. ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ കയ്പാണ്. മാറായിലെ കയ്പ് നീര് ദൈവം ഇവിടെ മധുരിപ്പിക്കുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, വളരെ നിർണായകമാണ് ഈ വചനങ്ങൾ. ഓർക്കുക, 3 ദിവസം നടന്ന് മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന മാറ എന്ന സ്ഥലത്തെത്തുന്ന ജനത്തിന് നടുവിൽ ദൈവം എടുത്തുവെച്ചത് കയ്പേറിയ ജലമാണ്. നമ്മുടെ ജീവിതത്തിലും കയ്പുകൾ കടന്നു വരും. ചില രോഗങ്ങൾ, ചില മുറിവുകൾ, ചില പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ, അങ്ങനെ നിസ്സാരമെന്ന് കരുതുന്ന പല പ്രയാസങ്ങളും കയ്പായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ ഓരോ കയ്പിന് നടുവിലും ദൈവം ഒരു തടിക്കഷ്ണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ തടിക്കഷ്ണം മറ്റൊന്നുമല്ല, നസ്രായനായ യേശു മരിക്കുവാൻ നമ്മൾക്ക് നൽകിയ ആ വിശുദ്ധ കുരിശാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, കുരിശു മരണമാകുന്ന രഹസ്യം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ പ്രയാസത്തിലേക്ക്, നമ്മുടെ വേദനയിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ മുറിവിലേക്ക്, നമ്മുടെ പാപത്തിലേക്ക്, നമ്മുടെ രോഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സകല കയ്പിനെയും ദൈവം സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വലിയ മധുരമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. കഴിഞ്ഞ നാളിൽ ബോബി എന്ന ചെറുപ്പക്കാരൻ റാന്നി ഇത്തിയപ്പാറ, ഈ മകൻ ഒരു ഫോണിലൂടെ സംസാരിക്കുന്ന സാഹചര്യം, വളരെ വ്യത്യസ്തമായ ഒരു സൗഖ്യത്തിന് നടുവിലൂടെ കടന്നുപോയൊരു സംഭവമാണിത്. കൺപോളകളിൽ ക്യാൻസർ, വളരെ റെയറായി വ്യത്യസ്തമായി കടന്നു വരുന്ന ക്യാൻസർ, അതിൻ്റെ മരുന്നും മെഡിക്കേഷനും ഈ വ്യക്തിയെ തളർവാദത്തിലേക്ക് നടത്തി. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, 6 വർഷമായി തളർവാദത്തിൽ കിടന്നൊരു വ്യക്തി ഒരു ദിവസം
ഫോൺ കോളിലൂടെയുള്ള സംസാരത്തിന് നടുവിൽ ദൈവം ആ മകനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ തയ്യാറാണ്. ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിലും ചുരുങ്ങിയ സമയത്തിനുള്ളിലും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും. പക്ഷെ നിന്റെ ഉള്ളിൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ അലയടിക്കുന്നുണ്ട്. നടക്കാൻ പറ്റാതെ നീ എഴുന്നേറ്റ് നടന്നുകൊണ്ട് തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ജീവിതത്തിലുണ്ടായ വിരോധത്തിനും വെറുപ്പിനും മാപ്പ് പറയുവാൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കനാൽ സിനോസിസ് എന്ന് പറയുന്ന രോഗത്തിന് അടിമയായി തളർവാദം പോലെ ബെഡിൽ 6 വർഷമായി തളർന്നു കിടക്കുന്ന വ്യക്തി ചുരുങ്ങിയ സമയത്തുള്ളിൽ എൻ്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തും എന്നറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. കട്ടിലിരുന്ന വ്യക്തി ഒന്ന് പേടിച്ച് പയ്യെ എഴുന്നേൽക്കുവാൻ നോക്കി. ഏതായാലും എഴുന്നേൽക്കുവാൻ പറ്റി. സ്റ്റെപ്പുകൾ ഇറങ്ങി സഹോദരന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വെറുത്തു, എനിക്ക് നിങ്ങളോട് വിരോധമുണ്ടായിരുന്നു. വളരെ വ്യക്തമായ ക്ഷമിക്കാനാവാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി പെട്ടെന്ന് തന്നെ ഈ വിളിച്ചു പറയല് ഒരു പൊട്ടിക്കരച്ചിലായി മാറി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, 6 വർഷമായി ബെഡിൽ കിടന്ന വ്യക്തി പിറ്റേ ദിവസം പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ സകല വ്യക്തികളും അത്ഭുതപ്പെടുവാൻ തക്കവിധം ഈ മകന്റെ ജീവിതം മാറിമറിഞ്ഞു. സംഭവം മറ്റൊന്നുമല്ല, മാറാ പോലെ കൈപ്പേറിയ ജീവിതത്തിന് നടുവിൽ ഒരു തടികഷ്ണം എടുത്തു വെച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, 1 കൊരിന്ത്യൻസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ നയിക്കുന്ന നമ്മൾക്ക് അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അത്രയെന്ന് ബൈബിൾ പറയുകയാണ്. സഭയിലും നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം എന്ന് പറയുക ഈ കുരിശിലെ ദിവ്യ രഹസ്യമാണ്. യെശയ്യാ 53:5, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു എന്നാണ് ബൈബിൾ പറയുക. നിങ്ങളൊരു പ്രയാസത്തിലാണോ? നിങ്ങളൊരു വേദനയിലാണോ? നിങ്ങളൊരു നിരാശയിലാണോ? നിങ്ങളൊരു മുറിവിലാണോ? നിങ്ങൾ ഏതെങ്കിലും രോഗത്തിൽ തകർന്നൊരു വ്യക്തിയാണോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. നിങ്ങൾ ആശ്വസിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമല്ല പ്രധാനം. ലോക ചരിത്രത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറും ഒരു ദിവസം മരിച്ചു. യേശു ക്രിസ്തു രോഗസൗഖ്യം നൽകിയ എത്രയോ വ്യക്തികൾ വീണ്ടും രോഗമുള്ളവരായും കാണാം. വീണ്ടും മരണത്തിലൂടെ കടന്നു പോകാം. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലും രോഗത്തിലൂടെ ഒരു വലിയ സൗഖ്യമായി കടന്നു വന്ന് മാറിമറിഞ്ഞ വ്യക്തികൾക്ക് വീണ്ടും ചില രോഗങ്ങൾ കടന്നു വരുന്നത് കാണാം. ഇന്ന് നീ സൗഖ്യപ്പെടുന്നതാണ് പ്രധാനം. നാളത്തെ കാര്യം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ആശ്വസിപ്പിക്കപ്പെടുക, അത് ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ എപ്പോഴും സാധ്യതയുണ്ട്. കുരിശ് ഭാവി മഹത്വത്തിന്റെ അച്ഛ്വാരമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഇന്ന് ദൈവത്തിന്റെ സുവിശേഷം ഏറ്റെടുക്കാം. തളർന്നു വീണെടുത്ത് വേദനിച്ചെടുത്ത് ഒരാശ്വാസമേകുവാൻ ഇതാ കുരിശിൽ നിന്ന് ക്രിസ്തു കടന്നു വരികയാണ്. പുറപ്പാട് 15:26, ഞാൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ജഹോവ റോഫേ, ദൈവം ഒരു സൗഖ്യമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. നമുക്ക് ഹൃദയത്തിൽ ഈ വാക്കുകൾ ഏറ്റെടുക്കാം. വളരെ നിർണായകമായ സമയമാണ്. കുടുംബാംഗങ്ങളായി എവിടെയെങ്കിലും ഇരിക്കുന്ന വ്യക്തിത്വമാണ് എങ്കിൽ ഇന്ന് ഈ TV സ്ക്രീനിലേക്ക് ഒന്ന് ഓടിയെടുക്കാം. തീയിലേക്ക് ആഞ്ഞെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ കുരിശിന്റെ വചനത്തിലേക്ക്, ആരാധനയിലേക്ക് ചേർന്ന് പിടിക്കാം. ജീവിത പങ്കാളികൾ കൈകൾ കോർക്കാം. മക്കൾ മാതാപിതാക്കളോട് ചേർന്നിരിക്കാം. ഒരുമിച്ച് തോളോട് തോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കാൽമുട്ടാകാം, നട്ടല്ലാകാം, നിങ്ങളുടെ നെഞ്ചിലാകാം, ശരീരത്തിന് എവിടെയുമാകാം. അതുമല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭാരമാകാം, ജീവിതത്തിന്റെ ഒരു നൊമ്പരമാകാം, ഏത് ഒരു പാപത്തിന്റെ സാഹചര്യവുമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മൾ കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഇതാ ഈ മരുഭൂമിയിൽ, ഇതാ ഈ രോഗത്തിന് നടുവിൽ ദൈവം ഒരു തടിക്കഷ്ണം എടുത്തു വച്ചിരിക്കുന്നു. കയ്പിനെ മധുരമാക്കിക്കുന്ന വലിയ തടിക്കഷ്ണം. കണ്ണുകൾ അടയ്ക്കാം.
ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കാലഘട്ടങ്ങളെ രണ്ടായി പിളർന്നവൻ, രക്ഷയുടെ സുവിശേഷം നൽകാൻ സ്വർഗത്തിൽ നിന്നും വന്ന ദൈവപുത്രൻ. ഇത് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ കുരിശിൽ രക്ഷയുടെ കലവറ കുടികൊള്ളുന്നു. ഈ കുരിശിനാൽ ലോകം നീതീകരിക്കപ്പെട്ടു. ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ മരുഭൂമികളിൽ ഈ രക്ഷകൻ നിന്നെ തേടി വരുന്നു. യേശു ഏകദൈവം. അവൻ്റെ കരങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ കുരിശിൽ മരിച്ച് മൺമറഞ്ഞ ഒരു മനുഷ്യനല്ല. അവൻ ഉയിർത്തെഴുന്നേറ്റ ദൈവപുത്രനാകുന്നു. അവൻ്റെ കുരിശിനു താഴെ നിന്ന് രക്ഷയുടെ ഉറവ ഒഴുകുന്നു. ആവോളം നമുക്കാ ഉറവയിൽ നിന്നും നുകരാം. ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുവിശേഷം എഴുതുവാൻ 4 പേരിൽ ഒരാളായി ദൈവം ഏറ്റെടുത്തത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനെയാണ്. വൈദ്യനായിരുന്നവൻ സുവിശേഷം എഴുതി. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികളിലെ സൗഖ്യം ലൂക്കാ സുവിശേഷകൻ വളരെ വ്യക്തമായി സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ,
അല്ലയോ പൈതലേ, ദൈവത്തിന് നിന്നെ വേണം. നിന്നെ സൗഖ്യപ്പെടുത്തുവാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ എഴുതിയ 6-ാം അധ്യായത്തിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങളാണ്. രോഗികളെ സുഖപ്പെടുത്തുന്നു. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി തേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന്, തൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. 19-ാം വാക്യം എല്ലാ വ്യക്തികളും ഏറ്റെടുക്കേണ്ടതാണ്. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവനെ ഒന്ന് തൊടുവാൻ ഒരവസരം പാർത്തിരിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രവഹിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. എന്ത് വേദനയാണെങ്കിലും ഇന്ന് കുറച്ച് സമയം ഒന്ന് ദൈവത്തിനായി മാറ്റിവെക്കാം. നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുക, കണ്ണുകളൊന്ന് അടയ്ക്കുക. എന്നിട്ട് പറയണം, എന്നെ ഒന്ന് സുഖപ്പെടുത്തണം, എനിക്കും ഒരു അവസരം താ. അല്ലയോ പൈതലേ, അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ച് സകലരെയും സുഖപ്പെടുത്തി. നിങ്ങളുടെ മുഖം ഒരു പുഞ്ചിരിയാൽ വിടരുവാൻ പോകുകയാണ്. കാരണം നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം നിങ്ങളെ ഈ സമയം സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർന്ന് നമുക്ക് പറയാം, ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശൈ